ഹായ്, എസ്.എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് നമ്മളത് പറയാറുണ്ട്, എൻ്റെ പാർട്ട്ണർ തീരെ റൊമാൻറ്റിക് അല്ല എന്നുള്ളത്. മേ ബി അവർ റൊമാൻറ്റിക് ആയിരിക്കാം, പക്ഷേ പുറത്തത് കാണിക്കുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഏതൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, കോഴ്സ് മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും തൻ്റെ പാർട്ട്ണർ കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം, കുറച്ചുകൂടി റൊമാൻസോട് കൂടി നമ്മളോട് പെരുമാറണം എന്നൊക്കെ പലരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് തന്നെ പലർക്കും അതിന് കഴിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ കുറച്ചുകൂടി നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആരും തെറ്റായ ഒരു രീതിയിൽ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ വിലയിരുത്താതിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് ആണെങ്കിലും കുറേ പേര് പറയുന്ന കുറച്ച് കംപ്ലയിൻസ് ആണത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആവശ്യമുള്ളവർ ഇത് മുഴുവനായിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ റൊമാൻസ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചില ആളുകളുണ്ട്, അവർക്ക് റൊമാൻറ്റിക് ആവാൻ ഭയങ്കര മടിയായിരിക്കും, അതിന് കഴിയണം എന്നില്ല. മേ ബി അവരങ്ങനെ ആയിരിക്കാം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റൊമാൻറ്റിക്കായി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് അല്ലെങ്കിൽ അവൻ അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും. ആള് തെറ്റായിട്ട് എടുക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടികൾ കൊണ്ട് തന്നെ റൊമാൻറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടം നിങ്ങൾ പ്രകടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും ആ രീതിയിലേക്ക് വരും. അപ്പോൾ അത് എങ്ങനെ പ്രകടിപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ രീതികളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വളരെ ക്യൂട്ടായിട്ടുള്ള മെസ്സേജുകൾ അവർക്ക് അയക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് കൈയൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് കുറേ വഴികളുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പാർട്ട്ണറോടാണ് നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. സോ അത് തെറ്റല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ റൊമാൻറ്റിക് ആവണം അവരെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ളത് ഒന്ന് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ ആളും ഓട്ടോമാറ്റിക്കലി ആ രീതിയിലേക്ക് ഇങ്ങനെ വരും. അതായത് ഓക്കെ, നിങ്ങൾ ഇങ്ങനെ റൊമാൻറ്റിക് ആവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ ആള് പിന്നീട് പതിയെ റൊമാൻറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. മേ ബി ഫസ്റ്റത്തെ സ്റ്റേജിലൊക്കെ ആൾക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഓക്കെ ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി ആൾ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ചിലർക്ക് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുറേ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലർക്ക് ഫിസിക്കലി എന്തെങ്കിലും പെയിനോ അതായത് വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കാലുവേദന, കൈവേദന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് ഇമോഷണലി മേ ബി ഡൗൺ ആയിരിക്കാം, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ ആ ഒരു മൂഡിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഡൗൺ ആയി പോവും. അപ്പം നമ്മൾക്ക് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ മാറിപ്പോവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേപോലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലും നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാറുണ്ട്. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് ഒരു ഇഷ്ടമോ റൊമാൻസ് ഒന്നും ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ ഓക്കെ ആണോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി ആ ഒരു റീസൺ കൊണ്ടും അവർക്ക് ഈ ഒരു റൊമാൻസ് ചിലപ്പോൾ ഫീൽ ചെയ്യാതിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന ഒരു പേഴ്സണെ നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആക്കാൻ ശ്രമിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഫിസിക്കലി ആണ് അവർക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. എങ്കിലും ചെറിയ രീതിയിൽ അത് ഓക്കെ ആവും, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെറിയൊരു ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് അവർക്ക് കുറച്ചുകൂടി ഒന്ന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് ഫിസിക്കൽ അഫെക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ അഫെക്ഷൻ എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ ഒരു ടച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു റൊമാൻറ്റിക് സിഗ്നലാണ്. അപ്പോൾ നോർമലായിട്ട് അവരുടെ ബോഡിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റൊമാൻസും ഹാപ്പിനെസ്സും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെറിയ രീതിയിലൊക്കെ ഒരു ഫിസിക്കൽ അഫെക്ഷൻ
കാണിക്കാം. കൈ ഹോൾഡ് ചെയ്ത് പിടിക്കാം, ഹഗ് ചെയ്യാം, ജസ്റ്റ് അവരുടെ ഫോർഹെഡിൽ നിങ്ങൾക്ക് കിസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ഫിസിക്കലി നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അവരെ അറിയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ശരിക്കും ഫിസിക്കലി ഉള്ള ടച്ചാണ് കൂടുതലായിട്ടും റൊമാൻസ് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് കാരണമാകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കുറെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഡിന്നറിനൊക്കെ പോകുന്ന സമയത്ത് ആ ടേബിളിൽ ചെറിയൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ക്യാൻഡിൽ കത്തിച്ച് വെക്കണം എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ നല്ല നീറ്റ് ആയിരിക്കണം. അതേപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുക. പെർഫ്യൂമിൽ ശരിക്കും ഒരാളെ നമ്മളിലേക്ക് അഡിക്റ്റ് ആക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നല്ലൊരു പെർഫ്യൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയ ലൈറ്റൊക്കെ ഉള്ള അവിടെ ഇരിക്കാം. അതേപോലെ തന്നെ ചെറിയൊരു മ്യൂസിക് വയ്ക്കുക. അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലൂടെ നിങ്ങളോട് ചെറിയൊരു ഇഷ്ടവും റൊമാൻസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ചിലരെന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് സ്നേഹം പറയുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതായത് അങ്ങനെ തന്നോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലരെന്ന് പറയുമ്പോൾ പ്രവൃത്തിയിൽ തന്നെ അത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കൂടെ ടൈം സ്പെൻഡ് ചെയ്ത ആള് ഹാപ്പിയാണ്. ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയാണ് ഇഷ്ടം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ചിലര് ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ചിലരെന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ. അങ്ങനെ പല രീതിയിലുമാണ് പലരുടെയും ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അവർ ഏത് രീതിയിലുള്ള പേഴ്സൺ ആണ്, അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ വാക്കുകൾ കൊണ്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം വാക്കുകൾ കൊണ്ട് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോഴാണ് ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ആള് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാക്കുകൾ കൊണ്ട് തന്നെ പറയണം. ചിലരെന്ന് പറയുമ്പോൾ പ്രവൃത്തിയിലാണ്, അപ്പൊ നിങ്ങൾ ഫിസിക്കൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലരെന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആളപ്പോ ഭയങ്കര റൊമാൻറ്റിക് ആണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ വരുന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവരുടെ ലവ് ലാംഗ്വേജ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവര് റൊമാൻറ്റിക് അല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. കാരണം ഇത് നിങ്ങളായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. പല ആളുകളെയും ഞാൻ കാണാറുണ്ട്, അവരുടെ പാർട്ട്ണർ റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല, ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണം എന്നില്ല കാര്യങ്ങൾ. ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നായിരിക്കില്ല, കുറേ പ്രശ്നങ്ങൾ അവരുടെ ചുറ്റും ഉണ്ടായിരിക്കും. ആർക്കാണെങ്കിലും പ്രശ്നത്തിന്റെ നടുവിൽ കടന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക്. ചിലപ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങൾ അവരുടെ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നിനും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്ഷീണം വൈയാകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോഴും അവർക്ക് തീരെ സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെ തെറ്റായ രീതിയിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കാതിരിക്കുക. ആദ്യം എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ അവർ ഓക്കെ ആയിക്കോളും എന്നുള്ളതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവരിൽ മാറ്റമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു കൗൺസിലിങ്ങിനോ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും ഓക്കെ ആവുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്